അങ്ങനെ ഫാമിലി നാട്ടിൽ പോകണം. ഞാൻ പോകല്ലോ കേട്ടോ, വൈഫ് അമ്മയിൽ വരെ പോവാം. ഒരു ചെറിയ ഫാമിലി ഫംഗ്ഷൻ. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോകണം. അമ്മയും പോകുന്നുണ്ട്, എല്ലാവരും പോകുന്നുണ്ട്. ഞാൻ മാത്രം പോകില്ല. ഇനി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ആരില്ല, ഒച്ചയില്ല, അണക്കൂല, ഒന്നുമില്ല. എന്താവും എനിക്ക് അറിയാൻ പാടില്ല. ഈ രണ്ടെണ്ണത്തിന് ഒരു വിഷമവും ഇല്ല. നവനും ഇതിലും നാട്ടിൽ പോയിട്ട് പപ്പേനെ നിങ്ങൾ കാണണമെന്ന് പറയുന്നത് പപ്പ വിളിക്കില്ല കേട്ടോ. പപ്പേനെ കാണുന്ന പപ്പ വിളിക്കില്ല. എന്തുകൊണ്ടാണ് ഞാൻ ഒരു പെങ്കൊച്ചു വേണമെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലേ? എന്റെ വിഷമം മനസ്സിലാക്കാതെ ആകെ അത് മാത്രമേ ഉള്ളൂ. ആ പെണ്ണ് മാത്രം സ്നേഹമുള്ളൂ. ഇങ്ങനെ പെങ്കൊച്ചു വന്നിട്ട് വേണം മഴ ഇങ്ങനെ തട്ടിനെ കളയാ കേട്ടാ. ഒരു വാവാവ് പറ്റേച്ചി. പോവാണ്. അപ്പൊ അതിന്റെ ഫ്ലൈറ്റ് ഇവിടുത്തെ 1.5 മണിക്കൂറുണ്ട്. ഞാനേ തമിഴ്നാട്ടിലേക്ക് പോണേ. അങ്ങനെ നമ്മൾ ഇതേ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞങ്ങ് ഇറങ്ങി. നമുക്ക് അബുദാബിയിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. അപ്പം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി, കുറച്ച് അവേഴ്സ് നേരത്തെ ഇറങ്ങി. കാരണം മഞ്ചേശ്വരം വീട്ടിൽ കയറണമായിരുന്നു. അവിടെ കയറിയിട്ട് അവിടെ നിന്നാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഐശുവിനെ കണ്ടു. ഐശു ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന കറക്റ്റ് ടൈമായിരുന്നു. അപ്പോൾ അവളോടും ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഏതപ്പൻ്റെ പെട്ടിയാണ് കേട്ടോ ഇത്. അവൻ ആരെ കൊണ്ടും തൊടിയിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ തന്നെ അത് ഉന്തിക്കൊണ്ട് വരായിരുന്നു കേട്ടോ. അങ്ങനെ ലഗേജൊക്കെ കയറ്റി അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചു. തിരുമ്പി വരുവേ. എന്നാലൊരു വിഷമം. കരാമേന്ന് പോയപ്പോഴും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോകുമ്പോഴും. ചാച്ചൻ അബുദാബിക്ക് ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ഭയങ്കര ടെൻഷനിലാണ് ഡ്രൈവ് ചെയ്തത്. ഡ്രൈവ് ചെയ്യാനുള്ള ടെൻഷനല്ല, ഈ ഫൈൻ വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു കേട്ടോ ആൾക്കുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അനുചേച്ചിയുടെ ഫ്ലാറ്റിലെത്തി. അനുചേച്ചിയുടെ അമ്മയാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ ആ ഫ്രിഡ്ജിലുള്ള ഫോട്ടോസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നേ. അനുചേച്ചി ഇപ്പോൾ പുതിയ ഫ്ലാറ്റ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ 1 BHK ആണ്. പക്ഷെ നല്ല അടിപൊളി ഒരു ഫ്ലാറ്റാണ് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബാൽക്കണിയാണ്. ചേച്ചി ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞായിരുന്നു അവിടെ ബാൽക്കണി ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ പോയത് ബാൽക്കണി നോക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ് കേട്ടോ, ഭയങ്കര ശാന്തസുന്ദരമായിട്ടുള്ള ഏരിയ ആയിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം വിശേഷമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. എൻ്റെ സൗണ്ട് ചിലപ്പോൾ ഒരു കരകരപ്പ് പോലെയൊക്കെ ഉണ്ടാവുമായിരിക്കും. കോൾഡ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്നത് നിങ്ങൾക്കത് എത്രത്തോളം വ്യക്തമാവും അല്ലെങ്കിൽ ഇറിറ്റേഷനൊക്കെ വരുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ എനിക്കൊരു ഇറിറ്റേഷൻ പേഴ്സണലി തോന്നുന്നുണ്ട്. കാരണം ത്രോട്ട് അത്ര ശരിയല്ലാത്തതുകൊണ്ട്. ഓക്കെ, നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്ന സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. ചേട്ടൻ അനിയനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹത്തോടു കൂടി ഒരുമിച്ചൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എത്ര നേരം ഇരിക്കും എന്നൊന്നും അറിയാൻ പാടില്ല, എന്നാൽ ഇരിക്കുന്ന സമയം ഇരിക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. അങ്ങനെ ഫുഡ് വന്നു കഴിഞ്ഞിട്ട് ഞെട്ടിപ്പോയിട്ടോ. ഞാൻ വിചാരിച്ച പോലെ അത്ര വലിയ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചേച്ചി ആവശ്യത്തിനുള്ളതേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും ചാച്ചനും വായും പൊളിച്ച് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ഇതെങ്ങനെ കഴിച്ചു തീർക്കും എന്നുള്ളതല്ല, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം പൊതുവേ ഞാൻ സീ ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് ദൈവം ഇതൊക്കെ എനിക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പക്ഷെ കഴിച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നൊരു രക്ഷയുണ്ടായിരുന്നില്ല. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ചെമ്മീൻ അലർജി ഉള്ളതാണ്. അതായത് ഫ്രഷ് ചെമ്മീനല്ലാന്നുണ്ടെങ്കിൽ ആളുടെ ചുണ്ടൊക്കെ ഇങ്ങനെ തടിച്ചു പൊന്തും. അപ്പോൾ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഫ്രഷ് സാധനങ്ങളായതുകൊണ്ട് ചാച്ചൻ നല്ലോണം പഠിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലാസ്റ്റ് നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു വാട്ടർമെലനൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫുഡ് റെഡി കഴിഞ്ഞ് നമ്മളിത് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അബുദാബിയിലുള്ളവരൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിടിലൻ സ്പോട്ടാണ് കേട്ടോ സീ ഫുഡിന് പറ്റിയത്. അപ്പോൾ ഇതേ അഞ്ചേച്ചി ടാറ്റൊക്കെ തരുന്നുണ്ട്. ഞങ്ങൾ വീണ്ടും ചേച്ചിയുടെ വീട്ടിലേക്ക് പോയിട്ടാണ് കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷമാണ് നമ്മൾ വീണ്ടും എയർപോർട്ടിലേക്ക് പോകാൻ നിൽക്കുന്നത് കേട്ടോ. ഗൈസ്, നമ്മൾ വരുന്ന കാര്യം പപ്പയ്ക്ക് അറിയില്ല കേട്ടോ. പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഇരിക്കുകയാണ്. അതെ,
പപ്പ അമ്മ വരണുള്ളൂ എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിള്ളേര് വരണില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ വിളിച്ചപ്പോ പപ്പയ്ക്ക് എന്തോ ഒരു ക്ലൂ കിട്ടി. അങ്ങനെ പപ്പ വീട്ടിലെ എല്ലാ ജനലും തുണിയും കർട്ടനും ഒക്കെ കഴുകിയിട്ട് എന്നിട്ട് നമ്മള് ഇങ്ങടെ അബുദാബിക്ക് വരാനായിട്ട് അമ്മ റെഡിയായി നിക്കണ സമയത്ത് പപ്പ വീഡിയോ കോൾ ചെയ്തു. അപ്പോഴാണ് കാര്യം മനസ്സിലായത്. പിള്ളേര് ഡ്രസ്സൊന്നും മാറിയിട്ടില്ല, അമ്മ മാത്രം മാറി നിക്കണ്. പിന്നെ പപ്പയ്ക്ക് ആകെ സങ്കടായി. ആറിയിട്ട തുണിയൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് അകത്ത് കൊണ്ടിട്ടിട്ട് അമ്മേനോട് പറയാ, തുണിയൊക്കെ ഞാൻ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, നീ വന്നിട്ട് മടക്കി വെക്ക, എടുത്തു വെക്ക, എന്തെങ്കിലും ചെയ്തോളെ. പിള്ളേര് വരണുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പപ്പ അതൊക്കെ ക്ലീൻ ചെയ്ത് കേട്ടോ. പിന്നെ വരണില്ലാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ ആളുടെ മൂഡ് ഫുൾ അങ്ങ് പോയി. ഇനിയിപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞ് പിള്ളേരെ കാണുമ്പോ എന്താവും പപ്പയുടെ ഒരു എക്സ്പ്രഷൻ എന്ന് ഇപ്പോഴേ ഞങ്ങൾക്ക് ആലോചിച്ചിട്ട് ഞങ്ങൾ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് നോക്കാം. പപ്പയ്ക്ക് ഭാര്യ വന്നില്ലെങ്കിലും പിള്ളേരെ വന്നാ മതി എന്നുള്ള ചിന്തയാ. എന്റെ കാര്യമാണ് സീൻ. മറ്റേത് ഞാൻ ലിഫ്റ്റ് ഇറങ്ങുമ്പോ തന്നെ ഇവന്മാരുടെ ഒച്ച അവിടെ കേൾക്കാം. ഇവന്മാരുടെ ഒച്ച ഉണ്ടാവില്ല, ബഹളം ഉണ്ടാവില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. പക്ഷെ അതാലോചിക്കുമ്പോഴാണ്. മറ്റേത് ചായ, എടി ചോറെന്ന് പറഞ്ഞാൽ കൈ കഴുകിയോട് ഇരുന്നാ മതിയായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണ്ടേ. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് വിലയൊക്കെ ശരിക്കും അറിയുമ്പോ കുറച്ച് ദിവസം അറിയ. രാവിലെ പിന്നെ എന്നെ കിട്ടാറില്ല. രാവിലത്തെ കേസ് പ്രശ്നമില്ല. വൈകിട്ട് നല്ല വിശപ്പ് കേറിയിട്ട് ഇങ്ങോട്ട് വരും, ഫുഡ് എടുക്കുന്നും പറഞ്ഞിട്ട്. അതെ, പാത്രം കഴുകണ്ട, ഒന്നും കഴുകണ്ട, സാരില്ല ഞാൻ പോയിട്ട് വേഗം വരാം. നമ്മുടെ പൊന്നെ വീട്ടിൽ പോയിന്ന് വിചാരിച്ചാ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടെ പോലീസ് പിടിക്കും. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിട്ടോ. എയർപോർട്ട് ഇങ്ങനെ എത്തും തോറും എൻ്റെ നെഞ്ചെടുപ്പ് ഇങ്ങനെ കൂടണയായിരുന്നു. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ. കാര്യം ഞാൻ കുറച്ച് നാളായിട്ടുള്ളൂ ചാച്ചൻ്റെ അടുത്ത് വന്ന് നിന്ന് തുടങ്ങിയിട്ടുള്ളൂ. എങ്കിലും പെട്ടെന്നുള്ള തീരുമാനമായിരുന്നല്ലോ നമ്മൾ നാട്ടിലേക്ക് വരണം എന്നുള്ളത്. ആ പറഞ്ഞ പോലെ നാട്ടിലേക്ക് എന്തിനാ വരണേ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലല്ലോ. എൻ്റെ പപ്പയുടെ പെങ്ങളുടെ മകളുടെ കന്യാസ്ത്രീ പട്ടമാണ്. അപ്പോൾ അത് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നത് കേട്ടോ. ചാച്ചന് വരാൻ പറ്റിയില്ല. കാരണം ഇപ്പോൾ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചാച്ചൻ്റെ ക്ലയൻസൊക്കെ ഒന്ന് ബാക്ക് ടു ട്രാക്ക് ആയി വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് അവരുടെ അടുത്തുനിന്ന് പെട്ടെന്ന് മാറുമ്പോൾ അതും അവർക്കും ബുദ്ധിമുട്ടാവും, നമുക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ചാച്ചൻ വരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം എയർപോർട്ടിലെ സംഭവങ്ങളൊക്കെ ഷടപടേന്ന് തീർന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറയാൻ സമയമായി. ചെക്കന്മാരാണെന്നുണ്ടെങ്കിൽ അടുക്കണുണ്ടായിരുന്നില്ല ചാച്ചൻ്റെ അടുത്തേക്ക് കേട്ടോ. അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർക്ക് അത് മനസ്സിലാവാനുള്ള പ്രായമൊക്കെ ആയി വരണേലേ ഉള്ളൂ. എന്നാലും പിന്നെയും കുറച്ചും കൂടി വിഷമം എനിക്ക് ഉണ്ടായി എന്ന് തോന്നിയത് ഏതപ്പനാണ് കേട്ടോ. ലാസ്റ്റായപ്പോൾ ഏതപ്പന് ഉമ്മയൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നേ. കണ്ട അമ്മ കൊടുക്കണണ്ട ഉമ്മ കണ്ട. എന്നും ഭാര്യക്ക് ഭർത്താവ് കൂട്ടുണ്ടാവുള്ളൂ അല്ലേ? കണ്ട എടാ എൻ്റെ പൊന്ന് തന്നെ ഉണ്ടെന്ന് എൻ്റെ ഇതുമ്പോ. അങ്ങനെ ചാച്ചനെയും യാത്രയാക്കിയതിന് ശേഷം ഞങ്ങൾ ഗേറ്റിലേക്ക് പോവാണ് കേട്ടോ. ഏതമോനും ഡോണനും ഭയങ്കര ഇഷ്ടമായി ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ. ഗേറ്റിൻ്റെ അവിടെ ഞങ്ങൾ മണിക്കൂറുകൾക്ക് മുന്നേ വന്നിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് മുന്നേ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അധികം ആളുകളൊന്നും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവർക്ക് വലിയൊരു ഗ്രൗണ്ട് കിട്ടിയ ആ ഒരു പ്രതീതിയായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. കാരണം ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനും ഒക്കെ നല്ല സ്പേസ് ഉണ്ടായിരുന്നേ. ഞാൻ നോക്കുമ്പോൾ ഏതപ്പനും ഡോണും ഭയങ്കര ജോലിയായിട്ട് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് ഉറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നേ. ഇനി അവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്നൊക്കെ ടെൻഷനായിരുന്നു എനിക്ക്. കുറേ നേരത്തെ ഓട്ടവും ചാട്ടവും കളിയൊക്കെ ശേഷം 2 പേരും ഉറങ്ങിട്ടോ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ നിൽക്കണ കറക്റ്റ് സമയമായപ്പോഴത്തേക്കും ഏതമ്മോനെ എണീറ്റിട്ടുണ്ടായിരുന്നേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഇതുവരേക്കും ഈ ഏതപ്പൻ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതോ ലാൻഡ് ചെയ്യണതോ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. കാരണം ആ സമയത്തൊക്കെ ഇവന്മാർ നല്ല ഉറക്കമായിരിക്കും. ഞങ്ങൾ നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വന്ന സമയത്ത് ഡോണും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. ഏതപ്പൻ ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു. ഇത്തവണ ഡോണ് നല്ല ഉറക്കം, ഏതപ്പൻ എല്ലാം കാണുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ സേഫായിട്ട് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. ബാത്റൂമിൽ പോയപ്പെടുത്ത ഒരു മിറർ സെൽഫിയാണ് കേട്ടോ. പിന്നെ കട്ട പോസ്റ്റ് ആയത് ലഗേജ് എടുക്കുന്ന ടൈമിലായിരുന്നേ. ഇനി പപ്പ അവിടെ വന്ന് നിൽപ്പുണ്ട്. പപ്പയ്ക്ക് ഇനി സർപ്രൈസ് കൊടുക്കുക എന്നുള്ളൊരൊറ്റ
ചിന്തയിലാണ് നടന്നു പോയത്. പക്ഷെ പെട്ടിയും പിള്ളേരെയും എല്ലാം കൂടി എനിക്ക് നീങ്ങുന്നുണ്ടായിരുന്നില്ല. പോരാത്തതിന് സൺലൈറ്റ് നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ അടിക്കുന്ന കാരണം പപ്പയുടെ കറക്റ്റ് എക്സ്പ്രഷൻ കൊണ്ട് കിട്ടിയില്ല കേട്ടോ. പക്ഷെ ഞാൻ കണ്ടു, നിങ്ങൾ ക്യാമറയിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ല വീഡിയോയിൽ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനത് നേരിട്ട് കണ്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിപ്പം അപ്പനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓടിപ്പോയി ഹഗ്ഗൊക്കെ ചെയ്തു. ഡോണു ആണെന്നുണ്ടെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ആ ഒരു ഉറക്കപ്പിച്ചിലായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, പിള്ളേരുണ്ടാവോ, ചിലപ്പോൾ ഏതപ്പനെങ്കിലും ഉണ്ടാവുമെന്നുള്ളൊരു ഡൗട്ടൊക്കെ ആയിരുന്നു. പക്ഷെ രാവിലത്തെ വിളിയിൽ അമ്മ മാത്രം ഡ്രസ്സ് മാറി നിൽക്കണുണ്ട് കഴിഞ്ഞപ്പോൾ പപ്പയുടെ എല്ലാ ഇതും അങ്ങ് പോയിട്ടുണ്ടായിരുന്നേ. പക്ഷെ ഇപ്പം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ പപ്പയ്ക്ക് സന്തോഷം കൊണ്ട് എന്താ പറയുക, ഭാര്യ വന്നതിൻ്റെ സന്തോഷമല്ല, പിള്ളേർ വന്നതിൻ്റെ സന്തോഷമായിരുന്നു പപ്പയ്ക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. ഡോണ് പക്ഷേ ഉറക്കത്തിൻ്റെ ആ ഒരു ബോറിങ്ങിൽ നിന്ന് അവൻ മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇനി കുറച്ചു നേരം കഴിയണം എന്തായാലും മാറണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാണ്. നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയി ഒന്ന് ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ശരവണ ഭവനിലേക്ക് പോയിട്ടോ. അവിടെ നിന്ന് ഒരു ഗീ റോസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയത്. അങ്ങനെ 6 മാസത്തിന് ശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറുകയാണ് ഗൈസ്. നമ്മുടെ വീടെത്തി എന്നും പറഞ്ഞിട്ട് എഴുതുമ്പം ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനി കുറച്ച് ദിവസത്തെ വ്ളോഗിൽ ഇൻട്രോ എൻ്റെ ഈ റബ്ബറും തോട്ടമായിരിക്കും. നമ്മൾ അവിടുത്തെ മിറർ ഇൻട്രോ എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. ഇനി റബ്ബർ തോട്ടം ഇൻട്രോ ആയിരിക്കും കൂടുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഗൈസ്. അപ്പം ഏതുമോനാണെന്നുണ്ടെങ്കിൽ മൊത്തം ചുറ്റിനും നോക്കണേയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നേ, എങ്ങനെയാണ് എന്നൊക്കെ നോക്കണേയാണ് അവൻ. അപ്പം നമുക്കിനി നാട്ടിലത്തെ വിശേഷങ്ങൾ കുറേശ്ശെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പിള്ളേർ വന്നപ്പോഴത്തേക്കും പിള്ളേർക്ക് പഴുത്ത ചക്കയും മാങ്ങയും ഒക്കെ സംഘടിപ്പിക്കാനായിട്ട് പപ്പ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല 2 പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൊണ്ട് വന്നപ്പോഴത്തേക്കും ഏതമ്മ പോയി അപ്പാപ്പനെ പിടിച്ച് സഹായിക്കാനൊക്കെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ രാത്രി കഴിഞ്ഞപ്പോൾ ഞങ്ങളിത് എൻ്റെ പപ്പയുടെ വീട്ടിലേക്ക് പോയിട്ടോ, എൻ്റെ തറവാട്ടിലേക്ക്. അപ്പോൾ അവിടെ ഒന്നും ആർക്കും അറിയില്ല കേട്ടോ ഞങ്ങൾ വരണ കാര്യം. അതായത് ഞാനും പിള്ളേർ വരണ കാര്യമൊന്നും അറിയില്ല, അമ്മ വരണ കാര്യം അറിയാം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുടെ അടുത്തൊന്നും ഞങ്ങൾ വരണ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വാതിൽ തുറന്നത് ഷിജങ്ങളാണ്. നിങ്ങളും ഉണ്ടായിരുന്നോ എന്നായിരുന്നു ഷിജങ്ങളുടെ ഡയലോഗ് കേട്ടോ. അപ്പോഴത്തേക്കും അമ്മാമ്മ ഓടി വന്നിട്ടുണ്ട്, എൻ്റെ മക്കളെ നിങ്ങൾ വന്നോ എന്നും ചോദിച്ചിട്ട്. അപ്പം അമ്മാമ്മ ചോദിക്കുകയാണ്, എടി നീ വരണ കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുണ്ടായുള്ളൂ, പിള്ളേർ വരണ കാര്യം പറഞ്ഞിട്ടുണ്ടായില്ലല്ലോ എന്ന് അമ്മേനോട് ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മാമ്മ വേഗം പോയിട്ട് പഴുത്ത മാങ്ങയൊക്കെ ചെത്തി കൊടുത്തു കേട്ടോ പിള്ളേർക്ക്. ഈ സന്തോഷമൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർപ്രൈസ് ആക്കി വെച്ചത് തന്നെ കേട്ടോ. അപ്പം ഇനി നമ്മൾ പോകുന്നത് കന്യാസ്ത്രീപട്ടം നടക്കുന്ന വീട്ടിലേക്കാണ്, പരിപാടി നടക്കുന്ന വീട്ടിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷൈജാൻറ്റി പുറത്തിറങ്ങി നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയുടെ മടിയിൽ ഏതപ്പന് ഇരിക്കണ കണ്ടു. അപ്പം ഏതപ്പന് അമ്മയും മാത്രം വന്നിട്ടുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെ എന്നെയും കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഷൈജാൻറ്റി ശരിക്കും ഞെട്ടിട്ടോ. ഇത് മാത്രം മതി എനിക്ക്. ഇതിനു വേണ്ടിയാണ് നമ്മൾ സർപ്രൈസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് തന്നെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഐഷുവിനെ വീഡിയോ കോൾ ചെയ്തു. കാരണം ഐഷു നമ്മുടെ സിസ്റ്റർ ആവാൻ പോകുന്ന അവളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ട് അവൾ കൈകൊണ്ട് ഉണ്ടാക്കിയിരുന്ന കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ സാന്നിധ്യത്തിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എടുത്തത്. ഐശുവിന് ഈ ക്രാഫ്റ്റ്സ് ഒക്കെ, അതായത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഐശു ഉണ്ടാക്കിയതാണ് ഇത്. ഈശോയും മാതാവും കുരിശ്, ഈശോ മാതാവിൻ്റെ മടിയിൽ കിടക്കുന്നത്, ആ കുരിശുമ പെയിൻ്റ് അടിച്ചത് ഇതുമോനാണ് കേട്ടോ. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും ഐശുവും സിസ്റ്ററും കൂടി നിൽക്കുന്നതായിരുന്നു, പക്ഷെ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് അവൾക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിസ്റ്ററിന് മാത്രം ഉണ്ടാക്കിയിട്ടാണ് അവൾ തന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രസത്തിൽ അവൾ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. കൊടുക്കണം, കാരണം അവൾ വരണ കാര്യം ഉറപ്പായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കൊടുക്കണം എന്നും പറഞ്ഞിട്ട് അങ്ങനെ അതും കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കപ്പേളയിൽ പോയി പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇനി നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ ഒക്കെ കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.